ഹായ് ഗൈസ്, ഹോളിവുഡ് സിനിമയിലെ വിസ്മയ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ വീണ്ടും ഒരു മാസ്റ്റർ പീസുമായി എത്തിയിരിക്കുകയാണ്. ലോക പ്രശസ്ത ഗ്രീക്ക് ഇതിഹാസമായ ഹോമറിന്റെ ഒഡീസിയെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഒരുക്കിയ ഏറ്റവും പുതിയ ചിത്രമായ ദ ഒഡീസിയുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ട്രോജൻ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഇത്താക്കയിലെ രാജാവായ ഒഡീസിയസ് തന്റെ ജന്മനാട്ടിലേക്കും പ്രിയപ്പെട്ട ഭാര്യയുടെയും മകൻ ടെലിമാക്കസിന്റെയും അടുത്തേക്കും തിരിച്ചെത്താൻ നടത്തുന്ന 10 വർഷം നീളുന്ന അതികഠിനമായ അതിജീവന യാത്രയാണ് ഈ സിനിമയുടെ കാതൽ. എന്നാൽ നമ്മൾ സാധാരണ കാണാറുള്ള ഒരു പുരാണ ഫാന്റസി ആക്ഷൻ ചിത്രമായിട്ടല്ല സംവിധായകൻ ഇതിനെ ഒരുക്കിയിരിക്കുന്നത്. യുദ്ധം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ആഴത്തിലുള്ള മുറിവുകളെയും തിരിച്ചു വരാനുള്ള അവന്റെ ആന്തരിക പോരാട്ടങ്ങളെയും അദ്ദേഹം തന്റെ പ്രശസ്തമായ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ശൈലിയിലൂടെ വളരെ ആഴത്തിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുകയാണ്. കഥ നേരെ ചൊവ്വെ പറയാതെ നായകന്റെ ഓർമ്മകളിലൂടെയും തോന്നലുകളിലൂടെയും ഫ്ലാഷ് ബാക്കുകളിലൂടെയും മാറി മറിഞ്ഞു വരുന്ന ആഖ്യാന ശൈലി പ്രേക്ഷകനെ സ്ക്രീനിലേക്ക് പൂർണ്ണമായും കെട്ടിയിടുന്നുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഒഡീസിയസ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച മാറ്റ് ഡാമോന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ്. ഒരു യോദ്ധാവിന്റെ അഹങ്കാരവും യുദ്ധക്കളത്തിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള കടുത്ത കുറ്റബോധവും സ്വന്തം നാട്ടിലെത്താനുള്ള ഒടുങ്ങാത്ത ആഗ്രഹവുമെല്ലാം മാറ്റ് ഡാമോൺ തന്റെ കണ്ണുകളിലൂടെയും ശരീരഭാഷകളിലൂടെയും അസാധ്യമായി പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ് ഇതിന്റെ മറ്റൊരു പ്രധാന പോസിറ്റീവ് വശം. നായകന്റെ മകനായി എത്തുന്ന ടോം ഹോളണ്ട് അച്ഛനെ കാത്തിരുന്ന മകന്റെ ആകുലതകളും വീര്യവും കൃത്യമായി അവതരിപ്പിച്ചു. ഭർത്താവിന്റെ തിരിച്ചുവരവിനായി വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഭാര്യയുടെ നിസ്സഹായ അവസ്ഥയും ആത്മവിശ്വാസവും അതുപോലെ തന്നെ മറ്റു കഥാപാത്രങ്ങളും വളരെ മനോഹരമായി സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നു. പുരാണത്തിലെ ഒറ്റക്കണ്ണൻ ഭീമൻ, മന്ത്രവാദിനി, നാവികരെ പാട്ടിലൂടെ ആകർഷിച്ചു കൊല്ലുന്ന കടൽ കന്യകമാർ തുടങ്ങി മിത്തോളജിക്കൽ ഘടകങ്ങളെ വിശ്വസനീയമായ രീതിയിലും അതേസമയം ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞത് സംവിധായകന്റെ മികവ് തന്നെ. സാങ്കേതിക വശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ലോക സിനിമയിലെ തന്നെ പുതിയൊരു നാഴികക്കല്ലായി മാറുമെന്ന് തീർച്ച. ചിത്രത്തിന്റെ ക്യാമറ വർക്ക് ഈ സിനിമയുടെ നട്ടെല്ലാണ്. പൂർണ്ണമായും ഐമാക്സ് ഫിലിം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഈ ചിത്രത്തിന്റെ വിഷ്വലുകൾ ഓരോ ഫ്രെയിമിലും ആ ദൃശ്യഭംഗി വിളിച്ചോതുന്നുണ്ട്. കടലിന്റെ രൗദ്രഭാഗങ്ങളും കാറ്റിന്റെ വേഗതയും നായകൻ അകപ്പെടുന്ന വിജനമായ ദ്വീപുകളുടെ വന്യതയുമെല്ലാം തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകന് നേരിട്ട് അനുഭവപ്പെടും. വിഷ്വൽ എഫക്ട്സ് പരമാവധി കുറച്ച് യഥാർത്ഥ ലൊക്കേഷനുകളിൽ ഒരുക്കിയ സെറ്റുകൾ സിനിമയ്ക്ക് നൽകുന്ന റിയലിസ്റ്റിക് ഫീല് ചെറുതൊന്നുമല്ല. ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും നിർവഹിച്ചവർ ഒരിക്കൽ കൂടി തങ്ങളുടെ പ്രതിഭ തെളിയിച്ചിരിക്കുകയാണ്. നായകൻ അനുഭവിക്കുന്ന ഏകാന്തതയും ഭയവും യുദ്ധത്തിന്റെ ഭീകരതയുമെല്ലാം പശ്ചാത്തല സംഗീതത്തിൽ അത്രമേൽ തീവ്രതയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിശബ്ദതയെ പോലും വളരെ എഫക്റ്റായി BGMൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ചില നെഗറ്റീവ് വശങ്ങളും ഈ ചിത്രത്തിനുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതിന്റെ വലിയ ദൈർഘ്യമാണ്. ഏകദേശം 3 മണിക്കൂറിനടുത്ത് റണ്ണിംഗ് ടൈം സാധാരണ പ്രേക്ഷകർക്ക് ചിലയിടങ്ങളിൽ കടുത്ത ക്ഷമ പരീക്ഷിച്ചേക്കാം. കഥയിലെ എല്ലാ ഉപകഥകളും വിസ്തരിച്ച് പറയാൻ സംവിധായകൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ സിനിമയുടെ മധ്യഭാഗങ്ങളിൽ കഥയുടെ പോക്ക് വളരെ പതുക്കിയായി മാറുന്നുമുണ്ട്. കൂടാതെ സാങ്കേതിക തികവിനും കഥയുടെ സങ്കീർണതയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളതിനാൽ ചിലയിടങ്ങളിൽ പ്രേക്ഷകന് കഥാപാത്രങ്ങളുമായി ഒരു വൈകാരിക അകൽച്ച അനുഭവപ്പെടാൻ സാധ്യതയുമുണ്ട്. ലളിതമായ ഒരു എന്റർടൈനർ ചിത്രം പ്രതീക്ഷിച്ച് തിയേറ്ററിൽ കയറുന്ന സാധാ സിനിമാ പ്രേമികൾക്ക് ഈ സിനിമയുടെ കൺസെപ്റ്റും കഥ പറയുന്ന രീതിയും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ഏകദേശം $250 മില്യൺ, അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 2200 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ക്വാളിറ്റിയിലും ലൊക്കേഷനുകളിലും ഈ ഒരു വലിയ തുക വ്യക്തമായി നമുക്ക് കാണുകയും ചെയ്യാം. പ്രീമിയർ ഷോയ്ക്ക് ശേഷം പുറത്തുവരുന്ന മികച്ച റിവ്യൂസും പോസിറ്റീവ് പ്രതികരണങ്ങളും കണക്കിലെടുക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ചരിത്ര വിജയമാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. റിലീസ് ചെയ്യുന്ന ആദ്യത്തെ 3 ദിവസത്തെ ഓപ്പണിംഗ് വീക്കെൻഡിൽ മാത്രം ലോകമെമ്പാടും മാർക്കറ്റുകളിൽ നിന്നും $150 മുതൽ $180 മില്യൺ വരെ ഈ ചിത്രം നേടുമെന്നാണ് അന്താരാഷ്ട്ര ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിച്ചിരിക്കുന്നത്. വരും ആഴ്ചകളിൽ സംവിധായകന്റെ മുൻ ചിത്രങ്ങൾ നേടിയതുപോലെ $1 ബില്യൺ കളക്ഷനിലേക്കും, അതായത് 9,000 കോടി രൂപയ്ക്കും മുകളിൽ ആഗോള കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദ ഒഡീസി വെറും ഒരു പുരാണ സിനിമയോ അഡ്വഞ്ചർ ചിത്രമോ അല്ല, മറിച്ച് സിനിമയെ ഗൗരവത്തോടെ കാണുന്നവർ തീർച്ചയായും വലിയ ഐമാക്സ് സ്ക്രീനിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ക്രിസ്റ്റഫർ നോളന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമാറ്റിക് വിസ്മയങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.